നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാരായണീയത്തിൻ്റെ ഒരു വ്യാഖ്യാനം നടത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 15ാമത്തെ ദശകം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദശകത്തിൽ കപിലദേവൻ അവതരിച്ചു. ഭഗവാന്റെ തന്നെ അംശാവതാരമായ കപിലദേവൻ അവതരിച്ചു. 9 സഹോദരിമാരെയും വിവാഹം ചെയ്തയച്ചതിന് ശേഷം 10ാമതുണ്ടായ പുത്രനാണ് ഭഗവാൻ തന്നെ അംശാവതാരമായി ദേവഹൂതിക്ക് ജനിച്ച പുത്രനാണ് കപിലേശ്വരൻ, കപിലദേവൻ എന്നൊക്കെ പറയുന്നത്. ഈ കപിലദേവൻ തൻ്റെ അമ്മയ്ക്ക് തത്വജ്ഞാനം ഉപദേശിച്ചു. വാസ്തവത്തിൽ ഈ തത്വജ്ഞാനം ദേവഹൂതിയോട് മാത്രമുള്ളതല്ല, മാനവലോകത്തോട് മുഴുവൻ, അതും പ്രത്യേകിച്ച് ജാതി മത വ്യത്യാസമില്ലാതെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും സ്വീകരിക്കാവുന്ന ആത്മജ്ഞാന തത്വമാണ് കപിലോപദേശം. നമ്മുടെ ഭക്തകവിയുടെ ഒരു പ്രത്യേക കഴിവാണ് ഈ ദശകത്തിൽ കാണുന്നത്. അദ്ദേഹം ഭാഗവതത്തിനെ സംഗ്രഹിച്ചിട്ടാണല്ലോ നാരായണീയം എഴുതിയിട്ടുള്ളത്. ഒരധ്യായത്തിന് ഒരു ശ്ലോകം മാത്രമാക്കി ചുരുക്കി അദ്ദേഹത്തിന് ആ ഭാഗവതത്തെ ചുരുക്കി അവതരിപ്പിക്കാനുള്ള ആ സംഗ്രഹപാടവം പ്രകടിപ്പിക്കുന്നതാണ് ഈ കപിലോപദേശം. ഈ ദശകം 15ാമത്തെ ഈ ദശകത്തിലെ 10 ശ്ലോകങ്ങൾ ഭാഗവതത്തിൽ 23 മുതൽ 38 വരെയുള്ള ഏതാനും അധ്യായങ്ങളാണ്. ഒരധ്യായത്തിന് ഒരു ശ്ലോകമാണ് പ്രതിനിധീകരിക്കുന്നത്. ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല, എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ ഏറ്റവും ചുരുക്കി സംഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ഈ ദശകത്തിൽ. സംഗ്രഹ പാടവം കാവിലത്തിൽ, നാരായണത്തിൻ്റെ പ്രത്യേകതയാണത്. നമുക്ക് പോകാം. ഓരോരോ ശ്ലോകങ്ങളും തൻ്റെ മാതാവായ ദേവഹൂതിക്ക് കപിലമൂർത്തി, കപിലേശ്വരൻ ഉപദേശിക്കുന്ന ഒരു ഭാഗമാണ് ഈ ദശകത്തിൽ കാണുന്നത്. 15ാമത്തെ അധ്യായം. ഭാഗവതത്തിൽ 25ാമത്തെ അധ്യായം മുതൽ 33ാമത്തെ അധ്യായം കൂടി 9 അധ്യായങ്ങളിലായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത് ഇവിടെ 10 ശ്ലോകങ്ങളിൽ ചുരുക്കി അവതരിപ്പിക്കുകയാണ്. ഓരോ ശ്ലോകം കൊണ്ട് ഓരോ അധ്യായങ്ങൾ. ആദ്യമായിട്ട് ഒരു ഭക്തിയോഗം ഭക്തി ഉണ്ടാകുന്നതിൻ്റെ വിശേഷണം വർണ്ണിക്കുന്നതാണ് ആദ്യത്തെ ശ്ലോകം. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മതിരിക ഗുണസക്ത ബന്ധകൃത്വേഷ്വസക്ത ത്വമൃതകൃതുവരന്തേ ഭക്തിയോഗസ്ഥസക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന ഗാദി. കപിലതനു എന്ന് വെച്ചാൽ കപിലദേവൻ്റെ ആകാരം പൂണ്ട അങ്ങ്, കപിലതനു ഇതി ഈ പ്രകാരം, ത്വം ദേവഹൂത്യൈ അങ്ങ്, കപിലദേവൻ്റെ ആകാരം ഉൾക്കൊണ്ട അങ്ങ്, ദേവഹൂത്യൈന ഗാദി ദേവഹൂതിയോട് ചൊല്ലി, ദേവഹൂതിയോട് പറഞ്ഞു, ദേവഹൂതിയോട് ഉപദേശിച്ചു എന്നർത്ഥം. എന്താണ് ഉപദേശിച്ചത്? മതിരിഹ ഗുണസക്ത ബന്ധകൃത്വേഷ്വസക്ത. ഇഹ ഗുണസക്ത മതി ബന്ധകൃത്. അതായത് ഈ ലോകത്ത് സുഖവിഷയങ്ങളിൽ ആസക്തിയുണ്ടെങ്കിൽ ബുദ്ധി സംസാര ബന്ധത്തിന് കാരണമായി തീരും. ഏതൊരു വിഷയത്തോടും നമുക്ക് ആസക്തി ഉണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, കാമമുണ്ടെങ്കിൽ, ആർത്തിയുണ്ടെങ്കിൽ, അതെല്ലാം സുഖവിഷയങ്ങളിൽ ആസക്തി എന്ന് പറയും. ഉണ്ടെങ്കിൽ ബുദ്ധി, നമ്മളിൽ ജനിക്കുന്നുണ്ട് ബുദ്ധി.
രജസ്, തമസ്, സത്വം, സത്വരജ തമ എന്നീ ഗുണങ്ങളിലൂടെ ആണ് ലഭിക്കുന്നത്. ഈ ബുദ്ധിയും തത്വോപദേശം എന്ന് പറയും, തത്വജ്ഞാനം എന്ന് പറയുന്നത് ബുദ്ധിയാണ്. അതോടൊപ്പം തന്നെയാണ് അഹങ്കാരം ഒരുമിച്ച് ജനിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ മനസ്സിൽ ബുദ്ധിയും അഹങ്കാരവും ഒരുമിച്ചാണ് ഉദയം കൊള്ളുന്നത്. ഇതിൽ ബുദ്ധി, നമ്മുടെ ബുദ്ധി ഈ കാമവികാരങ്ങളിൽ, സുഖവിഷയങ്ങളിൽ ആസക്തിപ്പെടുകയാണെങ്കിൽ, ആഗ്രഹിച്ച് പോവുകയാണെങ്കിൽ, തേഷ്ട അസക്താത്തു അമൃതകൃത്, അവയിൽ ആസക്തി വരികയാണെങ്കിൽ അത് ബുദ്ധി സംസാര ബന്ധത്തിന് കാരണമായി തീരും. അപ്പോഴാണ് നമുക്ക് കാമവികാരവും ലൗകിക ജീവിതത്തിൽ പല പല വിഷയങ്ങളോട് താല്പര്യവും സുഖലോലുപതയും വീണ്ടും വീണ്ടും സമ്പാദിക്കണം എന്നുള്ള മോഹവും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ബുദ്ധി സുഖവിഷയങ്ങളിലേക്ക് മാറുമ്പോഴാണ്, ആ സുഖവിഷയങ്ങളോട് ആസക്തി ഉണ്ടാകുമ്പോഴാണ്. ബുദ്ധി അങ്ങോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ തേഷു അസക്താത്തോ അമൃതകൃത്, അവയിൽ ആസക്തി ഇല്ലെന്ന് വന്നാലോ, സുഖവിഷയങ്ങളിൽ നമുക്ക് ആസക്തി ഇല്ലാതെ വന്നാലോ അത് അമൃതകൃത്, മോക്ഷത്തിന് കാരണമായി തീരും. അപ്പോൾ നമുക്ക് ബുദ്ധിയുണ്ട്, അത് ലൗകിക ജീവിതത്തോട് തോന്നിയാൽ അത് ആ വഴിക്ക് പോകും, പോയില്ലെങ്കിൽ അത് മോക്ഷമാർഗത്തിലേക്ക് തിരിയും. ഭക്തയോഗാത്തു ശക്തിം ഉപരന്തേ, അത് ഭക്തിയോഗമാകട്ടെ, ഭക്തി നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ വിഷയാസക്തി അത് തടയും. വിഷയാസക്തി ആണ് നമ്മളിൽ ഭക്തി ഉണ്ടാകാൻ ഒരു തടസ്സമായി നിൽക്കുന്നത്. നമുക്ക് ലൗകിക ജീവിതത്തോടുള്ള ആഗ്രഹമാണ്. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്, നമ്മുടെ ബുദ്ധി ജീവിതത്തിൽ സുഖലോലുപതയ്ക്ക് തിരിയുകയാണെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടാവുകയില്ല. നമ്മുടെ ഭക്തിയൊക്കെ മാറി സുഖലോലുപതയിൽ പോകും. അങ്ങനെ പോയില്ലെങ്കിൽ നമ്മളിൽ ഭക്തി ഉണ്ടാകും, അത് മോക്ഷത്തിന് മാർഗമാവുകയും ചെയ്യും. അത്ര മഹദനുഗമലഭ്യ ഭക്തി ഏവ സദ്യ. ഇവിടെ മഹദനുഗമലഭ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ മഹദനുഗമലഭ്യ, മഹാന്മാരുടെ സംസർഗത്താൽ ഉണ്ടാകുന്നതാണ് ഭക്തി തന്നെയാണ് സമ്പാദിക്കേണ്ടത്. ഈ ഭക്തി സമ്പാദിക്കാൻ നമുക്ക് എന്ത് വേണം? മാന്യന്മാരായ വ്യക്തികൾ, സജ്ജനങ്ങൾ, ആചാര്യന്മാർ, ഗുരുഭൂതന്മാർ, ഈശ്വര ഭക്ത കവികൾ, ഭക്തകൃതികൾ, കീർത്തനങ്ങൾ, നാമജപങ്ങൾ, സത്സംഗങ്ങൾ, ഇങ്ങനെ മഹാന്മാരുടെ സംസർഗത്തിൽ ഒരു നല്ല പ്രഭാഷണം കേട്ടാൽ, ഒരു നല്ല കീർത്തനം കേട്ടാൽ നമ്മുടെ മനസ്സ് അതിൻ്റെ പുറകെ പോകും. നല്ലൊരു ചിത്രം കാണുകയാണ്, ഒരു സംഗീത ശില്പം കാണുകയാണെങ്കിൽ, ഭഗവാൻ കുചേലൻ്റെ സംഗമമൊക്കെ സംഗീത ശില്പമായിട്ട് കാണുന്നുണ്ട്, പല ദിക്കിലും അഭിനയിച്ച് കാണുന്നുണ്ട്, പല കാര്യങ്ങളും ഭഗവാന്റെ ജീവിതത്തിൽ. അപ്പോൾ സംസർഗത്താൽ ഉണ്ടാകുന്ന ഭക്തി തന്നെയാണ് സമ്പാദിക്കുന്നത്. നമ്മൾ ഭക്തി സമ്പാദിക്കാനുള്ള മാർഗം സജ്ജന സംസർഗം വഴിയാണ്. സജ്ജന സംസർഗം നമുക്ക് പല വഴിക്കും കിട്ടും. ഇതി കപിലതനുരുതിത്വം ദേവഹൂത്യൈ നഗാതി. ഇപ്രകാരം കപിലതനു, ശരീരം കൊണ്ട് കപിലനായി തീർന്ന, എന്നുവെച്ചാൽ കപിലൻ എന്ന ശരീരത്തോടു കൂടിയ ഭഗവാന്റെ ആ അംശാവതാരം, കപിലമൂർത്തി, കപിലേശ്വരൻ എന്നുവെച്ചാൽ ഭഗവാൻ തന്നെ. പലപ്പോഴും ഈ അധ്യായത്തിൽ, ഈ ദശകത്തിൽ ഭഗവാൻ കപിലേശ്വരൻ പറയുന്നുണ്ട്, ഞാൻ എന്ന് പറയാറുണ്ട്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഭഗവാൻ എന്ന് തന്നെയാണ്. ആ കപില തനു, കപിലസ്വരൂപനായ നെന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരർത്ഥം. അതായത് ഈ ലോകത്തിൽ സുഖവിഷയങ്ങളിൽ ആസക്തി ഉണ്ടായാൽ ബുദ്ധി സംസാരബന്ധത്തിന് കാരണമായി തീരും. നമ്മുടെ ആസക്തി
സുഖവിഷയങ്ങളിലാണെങ്കിൽ ബുദ്ധി ആ വഴിക്ക് പോകും, നമുക്ക് അതിൽ തന്നെയാണ് മോഹമുണ്ടാവുക. അങ്ങനെ പോകാതിരുന്നാൽ നമുക്ക് അത് ഭക്തിയുണ്ടാകും, അത് നമുക്ക് മോക്ഷത്തിന് കാരണമായിത്തീരും. മഹാന്മാരുമായിട്ടുള്ള സംസർഗം കൊണ്ട് അത് പല വിധത്തിലും നമുക്ക് സംസർഗമുണ്ടാകും. ഒരു സപ്താഹത്തിൽ ആചാര്യന്മാരും പല പല മാന്യ വ്യക്തികളും പ്രഭാഷണങ്ങളും കീർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പല പല പുസ്തകങ്ങൾ വായിക്കുന്നത്, പല ദിവ്യ സ്ഥലങ്ങൾ പുണ്യഭൂമികൾ സന്ദർശിക്കുന്നത് കൊണ്ട് എല്ലാം നമുക്ക് സജ്ജന സംസർഗമുണ്ടാകുന്നുണ്ട്. ഇതാണ് ഇവിടെ മഹാന്മാരുടെ സംസർഗത്തിൽ നിന്നാണ് നമുക്ക് ഭക്തി ഉണ്ടാകേണ്ടത്. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരോടി ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു ദേവഹൂതിയോട് ഇങ്ങനെയാണ് അരുളി ചെയ്തത്. അതായത് ക്ഷണികങ്ങളായ ജീവിത സുഖങ്ങളുടെ പിന്നാലെ ഓടുന്നവർക്ക് ഭഗവാനെ സേവിക്കാൻ താല്പര്യവുമില്ല, സമയവുമില്ല. അതൊന്നുമില്ലാത്തത് കൊണ്ട് അവർക്ക് ഭക്തിയും ഉണ്ടാകുന്നില്ല, ഭക്തി വഴി അവർക്ക് മോക്ഷവും ലഭിക്കാനില്ല. ഭഗവാനെക്കുറിച്ചുള്ള പരമപ്രേമം തന്നെയാണ് ഭക്തി. ഭക്തി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ ഓർക്കുക. അത് സജ്ജന സംസർഗത്തിലൂടെയാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഭക്തി ഉണ്ടായാൽ നമുക്ക് മോക്ഷം ലഭിക്കും. അതിനുള്ള മാർഗം ഭക്തി ഉണ്ടാകൽ മാത്രമാണ്. ഇത് സംസാരബന്ധത്തിനും ആത്മമുക്തിക്കും കാരണം നമ്മുടെ മനസ്സാണ്. മനസ്സ് നല്ല വഴിക്ക് ചിന്തിക്കണം. ഗുണങ്ങളിൽ ആസക്തി ബന്ധകാരണം, ഭഗവാനിൽ ആസക്തി മുക്തി കാരണം. സുഖഭോഗങ്ങളിലേക്കാണ് നമ്മുടെ മനസ്സ് പോകുന്നതെങ്കിൽ അത് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും. അല്ല, ഭക്തിമാർഗത്തിലേക്കാണ് മനസ്സ് പോകുന്നതെങ്കിൽ നമുക്കത് മുക്തി കാരണവുമായി തീരും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഏകദേശ ഒരർത്ഥം. ശ്ലോകം ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. മതിരിക ഗുണസക്ത ബന്ധകൃത്വേഷ്വസക്ത ത്വമൃതകൃതു പരന്തി ഭക്തിയോഗസ്ഥസക്തിം മദരുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യേന ഗാദി. കപിലദേവൻ അമ്മയായ ദേവഹൂതിയോട് പറഞ്ഞു. നമുക്ക് പരിഭാഷയിലും ഒന്ന് നോക്കാം. സുഖാസക്തി മൂലം ബുദ്ധി സംസാരബന്ധിതമാകും, ആസക്തിയില്ലാത്തവനു മോക്ഷം ലഭിക്കും. സജ്ജന സംസർഗത്താലേ ഉത്തമമാം ഭക്തി നേടൂ ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി അമ്മയായ ദേവഹൂതിയോടുണ്ട്. രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. പ്രകൃതി മഹദഹങ്കാരശ്ച മാത്രശ്ച ഭൂത അഭികൃതവിദശാക്ഷി പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതോസൗ പ്രകൃത്യ കപിലതനുരിതി ത്വം ദേവഹൂത്യേന ഗാദി. പ്രകൃതി മഹദഹങ്കാരാച മാത്രാച ഭൂതാന അഭി ഹൃത് അഭി ദശാക്ഷി പഞ്ചവിംശ പുരുഷ ഇതി. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? പ്രകൃതി എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി, അഹങ്കാരാച്ച പ്രകൃതി മഹത അഹങ്കാരാച്ച പ്രകൃതി മൂലപ്രകൃതിയിൽ നിന്നും മനസ്സിൽ ഉണ്ടാകുന്നത് മഹത്തത്വവും അഹങ്കാരവും. മഹത്തത്വം എന്ന് പറഞ്ഞാൽ ബുദ്ധി, അഹങ്കാരവും. ഇത് രണ്ട്, ബുദ്ധി അഹങ്കാരം ഒരുമിച്ച് നമ്മുടെ മനസ്സിൽ മൂലപ്രകൃതിയായിട്ട് രജതമ ഗുണങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. പിന്നെ മാത്രാച്ച
മാത്ര എന്ന് പറയണത് 5 കാര്യങ്ങളാണ്. മാത്രാച്ച എന്തൊക്കെയാണ് ഈ മാത്രകൾ എന്ന് പറയുന്നത് എന്ന് പറയാം. ഗുണങ്ങൾ അഹങ്കാരം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ശബ്ദം, സ്പർശം, രൂപം, ഗന്ധം, രസം, ഈ ഗുണങ്ങളെല്ലാം മാത്ര എന്നാണ് പറയുക. മാത്രാച്ച. ഇനി അത് കഴിഞ്ഞിട്ട് അപ്പം മാത്രാച്ച, അപ്പം പ്രകൃതിയിൽ നിന്ന് ബുദ്ധി ഉണ്ടാകുന്നു, അഹങ്കാരമുണ്ടാകുന്നു, മാത്രാശ്ച 5 മാത്രകളുണ്ടാകുന്നു, ഭൂതാന്യപി ഭൂതങ്ങളും ഉണ്ടാകുന്നു. എന്താണ് ഈ ഭൂതം എന്ന് പറയുന്നത്? പഞ്ചഭൂതം. ഭൂമി, വെള്ളം, തീയ്, കാറ്റ്, ആകാശം, ഇവ 5 മഹാഭൂതങ്ങളാണ്. ഇവ 5 ഭൂതാശ്ച ഭൂതങ്ങൾ 5 ഭൂതങ്ങളും ഉണ്ടാകുന്നു പ്രകൃതി മൂലത്തിൽ നിന്ന്. പിന്നീടോ ഭൂതാശ്ച ഹൃദബി ദശാക്ഷി പൂരുഷ. ഹൃദബി അന്ധക്കരണമാണ് മനസ്സ്. അതാണ് ഈ ഹൃദബി എന്ന് പറയുന്നത് മനസ്സാണ്. നമ്മുടെ അന്ധക്കരണം മനസ്സ് ഹൃദബി ഉണ്ടാകുന്നു. ഇത് കൂടാതെ പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിവ് കിട്ടുന്നത്. കണ്ണ് കാണുമ്പോൾ നമുക്ക് അതുവഴി അറിവ് കിട്ടുന്നു. കണ്ണ് ഒരു ഇതാണ്, ജ്ഞാനേന്ദ്രിയമാണ്. കാത് കേൾക്കുമ്പോൾ നമ്മൾ അറിയുന്നു, അതും ജ്ഞാനേന്ദ്രിയമാണ്. മൂക്ക് ഗന്ധമറിയുമ്പോൾ, സുഗന്ധം കൊണ്ടും ദുർഗന്ധം കൊണ്ടും നമ്മൾ മനസ്സിലാക്കുന്നു പ്രകൃതിയിൽ നിന്ന്, അതും ജ്ഞാനേന്ദ്രിയമാണ്. നാക്ക് രുചി നമ്മൾ അറിയുന്നു, അതും ജ്ഞാനേന്ദ്രിയമാണ്. പിന്നെ ത്വക്ക് സ്പർശനം കൊണ്ടും അറിയുന്നു. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ വാക്ക്, കയ്യ്, കാല്, പായു, ഇവ 4 വേറെയുണ്ട്. എന്താണ് വാക്ക്? നമ്മുടെ വാക്കുകളിൽ നിന്ന് അറിവ് നമ്മൾ നേടുന്നു, മറ്റുള്ളവർ പറയുമ്പോഴും നമ്മൾ പറയുമ്പോഴും ഒക്കെ. പിന്നെ കയ്യ്, കാല് പ്രവർത്തന ഇന്ദ്രിയങ്ങളാണ്. ഇതുകൂടാതെ പായു എന്ന് പറഞ്ഞാൽ വായുവല്ല, പായു മലവിസർജനത്തിനുള്ള അവയവത്തെയാണ് പായു എന്ന് പറയുന്നത്. ഇങ്ങനെ 24 പ്രകൃതി തത്വങ്ങൾ നമ്മുടെ മനസ്സ് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഇതുകൂടാതെ വേർതിരിച്ച് മനസ്സിലാക്കി കഴിയുന്നതോടുകൂടി പ്രകൃതി പുരുഷനെ വിട്ടൊഴിയുന്നു എന്നാണ് ഭാവം. അപ്പം 24 പ്രകൃതിയിൽ നിന്നും നമ്മൾ സ്വായത്തമാക്കുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന ജീവൻ തന്നെയാണ് പുരുഷൻ. ഈ പുരുഷൻ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പുരുഷൻ. ജീവസാന്നിധ്യത്തിൽ ദേഹത്തിലുള്ള സകല ഘടകങ്ങൾ സാഖ്യന്മാർ എന്ന് പറയും. ഈ 24 തത്വങ്ങളെ സാഖ്യന്മാർ, സാഖ്യബോധം എന്നൊക്കെ സാഖ്യ തത്വങ്ങൾ എന്താ? ഹിരണ്യഗർഭൻ എന്നൊക്കെ, ഹിരണ്യഗർഭൻ പുരുഷൻ, വിരാട് സ്വരൂപ ഘടകങ്ങൾ, പ്രകൃതി തത്വങ്ങൾ, ഇതൊക്കെ വേദാന്തങ്ങളാണ് കേട്ടോ. ഈ തത്വങ്ങളുടെ ഇത് പത്തിക്രമം 5ാം ദശകത്തിൽ വിവരിച്ചിട്ടുണ്ട്. പുരുഷന് പ്രകൃതി ഗുണങ്ങളിൽ ആസക്തി സംസാര ബന്ധത്തിനും വിരക്തി മോക്ഷത്തിനും കാരണമാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് 24 തത്വങ്ങൾ ലഭിക്കുന്നൊരു വ്യക്തിക്ക് ലൗകിക സുഖങ്ങളോട് ആസക്തി ഉണ്ടായാൽ അത് ബന്ധങ്ങൾക്ക് കാരണമാകും. ആസക്തി ഉണ്ടായില്ലെങ്കിൽ നമ്മളിൽ ഭക്തി ഉണ്ടാക്കും, ഭക്തി മോക്ഷത്തിനും കാരണമാക്കും. 24 തത്വങ്ങളാണ് ഈ പറഞ്ഞത്. മൂലപ്രകൃതിയിലെ മഹത്തത്വം അഹങ്കാരം 2, പിന്നെ 5 തന്മാത്രകൾ, 5 ഭൂതങ്ങൾ, മനസ്സ്, 10 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, 2 5 വീതം 10. പഞ്ചവംശ പുരുഷ ഇതെല്ലാം ഉണ്ടാകുന്ന, ഇല്ലാതാകുന്ന, വഴിതിരിയുന്ന, കൊണ്ടു നടക്കുന്ന പുരുഷൻ ഒന്ന് വേറെ. പ്രകൃത്യാമുച്ചതേ പ്രകൃതിയെ മായ വിട്ടുമാറുന്നു.
എന്നിങ്ങനെ കപില തനുരുദീത്യം ദേവഹൂത്യൈ നഗാതി. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഏറ്റവും ചുരുക്കമായ ചുരുക്കം, പ്രകൃതി ഗുണങ്ങളിൽ ആസക്തി സംസാരബന്ധത്തിന് കാരണമാകുന്നു. വിരക്തിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഭഗവത് ഭക്തി കൊണ്ടേ ഉണ്ടാവുകയുള്ളൂ. വിരക്തിയിൽ നിന്നാണ് നമുക്ക് മോക്ഷത്തിലേക്കുള്ള മാർഗവും തെളിയുന്നത്. ഈ ശ്ലോകം ഒന്നുകൂടെ വായിക്കുകയാണ്. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാ ന്യഭിഹൃദഭി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മോച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നഗാതി. നമുക്കിതിൻ്റെ പരിഭാഷയൊന്നും നോക്കാം. മൂലപ്രകൃതിയും മഹത്തത്വവും അഹങ്കാരവും മനസ്സ് തന്മാത്ര ഭൂതം ഇന്ദ്രിയങ്ങളും മനസ്സിലാക്കുന്നവനെ മായയെന്നും വിട്ടുമാറും ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. കപിലമൂർത്തി അമ്മയോട് പറയാണ്, മൂലപ്രകൃതിയും മഹത്തത്വവും അഹങ്കാരവും മനസ്സ് തന്മാത്ര ഭൂതം ഇന്ദ്രിയങ്ങളും മനസ്സിലാക്കുന്നവനെ മായ എന്നും വിട്ടുമാറും ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. ഇന്ന് 2 ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കാനേ സമയം കണ്ടെത്തുന്നുള്ളൂ. കാരണം അല്പം തത്വോപദേശമുള്ളതാണ്. നമുക്ക് സാവകാശം മനസ്സിലാക്കി തന്നെ പോകാം. ഇന്ന് തന്നെ എല്ലാം പഠിക്കണം എന്ന് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ലല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ 2 ഇതിൽ നിന്നും നമുക്ക് ഏകദേശം സംസാരബന്ധത്തിനും ആത്മമുക്തിക്കും കാരണം മനസ്സ് തന്നെയാണ്. അതാണ് 1-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കേണ്ടത്. ഗുണങ്ങളിൽ ആസക്തി ഉണ്ടായാൽ അത് ബന്ധ കാരണമാകും. ഭഗവാനിൽ ആസക്തി ഉണ്ടായാൽ അത് മുക്തിക്ക് കാരണമാകും. ഇതാണ് 1-ാമത്തെ ശ്ലോകത്തിൻ്റെ പൊരുൾ. 2-ാമത്തെ ശ്ലോകത്തിൻ്റെ പൊരുൾ, പുരുഷനെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്നെ ഉദ്ദേശിക്കട്ടു, സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപോലെ. പ്രകൃതി ഗുണങ്ങളിൽ ആസക്തി ഉണ്ടായാൽ അത് സംസാര ബന്ധത്തിന് വഴി തെളിയിക്കും. വിരക്തിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് മോക്ഷത്തിനും കാരണമാണ്. ഭക്തി കൊണ്ടേ നമുക്ക് വിരക്തി വരികയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഭക്തി വേണം. ഈ ഭക്തി ഉണ്ടാകാനുള്ള മാർഗം സജ്ജന സംസർഗം. സജ്ജന സംസർഗം എന്ന് പറഞ്ഞ് ജനങ്ങളുമായിട്ടുള്ള കൂട്ടും മാത്രമല്ല, നല്ല ക്ഷേത്രദർശനം, പലരെയും കാണൽ, കീർത്തനം ചൊല്ലൽ, നാമസങ്കീർത്തനം, ദാനങ്ങൾ, ഇതെല്ലാം സജ്ജന സംസർഗം നമുക്ക് ജീവിതത്തോട് വിരക്തി ഉണ്ടാകാനായിട്ട് സഹായമേകുന്ന വസ്തുതകളാണ്. ഇന്ന് ഈ നാരായണീയ വ്യാഖ്യാനം ഇവിടെ നിർത്തുകയാണ്. 10-21 മിനിറ്റായി. ശ്രദ്ധിക്കേണ്ടതുകളായ സാരമായ കപിൽ സംഗ്രഹപാഠം, ഒരധ്യായത്തിൻ്റെ കഥയാണ് ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അത് കാര്യമായിട്ടുള്ളതാണ്. വളരെ ശ്രദ്ധയോടെ പല പ്രാവശ്യം ഈ ശ്ലോകങ്ങൾ വായിക്കണം. ഒടുവിലത്തെ 10 ശ്ലോകങ്ങൾ പോലെ അത്രമാത്രം കാര്യപ്രസക്തമായ ഒരു ദശകമാണ് ഈ 15-ാമത്തെ ദശകം. ഇന്ന് നമ്മളിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, എല്ലാ ഭഗവത് കാര്യങ്ങളും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാനും ചേർന്ന് സമർപ്പിക്കുന്നു. നമുക്കൊന്നായി സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും
കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ മനസ്സ് ഗുരുവായൂരപ്പനിലേക്ക് വരട്ടെ, നിങ്ങളിൽ ഭക്തി ഉണ്ടാകട്ടെ എന്ന് ഞാനും നിങ്ങളോടൊപ്പം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.